ഇവിടെ ഇപ്പോൾ ഫ്രഷ് അയില വന്നിട്ടുണ്ട്. കണ്ണൂർ ആയിക്കര കടപ്പുറത്ത് 100 റുപ്യയുള്ള അയിലക്ക്. ഇന്നലെ വരെ 200 വിറ്റതാണ്. ഇന്ന് 100 റുപ്യാണ്ട്. കുറച്ച് ജാസ്തി വന്നുകൊണ്ട് 100 രൂപയ്ക്ക് വെക്കുന്നുണ്ട്. ഹലോ, കണ്ണൂർ മാപ്പിള ബേ എന്ന് പറയുന്ന ഒരു ചെറിയ ഹാർബറാണിത്. ഇപ്പോൾ ഇന്ന് കണ്ണൂർ മാപ്പിള ബേയിലെ മനോഹരമായ മത്സ്യബന്ധന കാഴ്ചകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വെൽക്കം ടു സോൾ ഓഫ് എർത്ത്, മൈസെൽഫ് ഷെരീഫ്. ഇവിടെയാണ് ഈ മത്സ്യബന്ധനത്തിന് പോയിട്ട് വരുന്നവരുടെ വലയും മറ്റു ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. മാത്രമല്ല ഇവർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ളൊരു ഹാളാണ് ഈ കാണിച്ചിരിക്കുന്നതല്ല. സംഭവം ഇല്ലേ, അത് തന്നെ സംഭവം. എനിക്ക് ആള് പറയാനുണ്ടാവും. അതിൽ പോകേണ്ടതാണ് നമ്മളല്ലേ. പോയില്ല എന്നിട്ട് ഇല്ല ഇന്ന് വേറെ ആവശ്യമില്ല. ഓ ശരി. ഈ ഹാർബറിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ ഈ നാട്ടിൻപുറത്ത് തന്നെ വിറ്റ് തീർക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് മറ്റെങ്ങും കൊണ്ടുപോകുന്നതായിട്ടുള്ള ക്രമീകരണങ്ങളൊന്നും നമുക്കിവിടെ കാണാനേ കഴിയാറില്ല. പേപ്പറിലൊന്നും ഇടല്ലേ? നമ്മളെ കച്ചവടമൊക്കെ മാസക്കണക്കിന് കൂടിയിട്ടാണ് കുറച്ച് അയില വന്നിനി. ഇതെന്തിനുള്ള
ചില്ലറ വിൽപ്പനക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. ആവശ്യത്തിന് ഇതൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചില്ലറ വീട്ടാവശ്യത്തിനൊക്കെ ഇവിടെ ഒന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇരുന്നിട്ട് ഇങ്ങനെ മീൻ വില കുറഞ്ഞ് നിർത്തി വേഗം വന്നാൽ കിട്ടും. പിന്നെ കുറച്ച് നേരം കിട്ടുവേ, വേണ്ട ആൾ പെട്ടെന്ന് വാ. ഫ്രഷ് മീൻ, ഐസ് കട്ടാത്ത മീൻ. മാപ്പിള ബേയിൽ പ്രധാനമായിട്ടും ഈ ചെറിയ തോണികളാണ് വരുന്നത്. ഇവിടെ അന്ന് പോയിട്ട് പിറ്റേ ദിവസം വരുന്ന, വൈകുന്നേരം വരുന്ന ഒരു മീൻ കിട്ടുമ്പോൾ തിരിച്ച് പെട്ടെന്ന് അവർ തിരിച്ചു വരുന്ന തരത്തിലുള്ള ഒരു മത്സ്യബന്ധനമാണ് ഈ ഹാർബറിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. പഞ്ചായത്തിലെ അരി മുഴുവൻ 1500. വല ഇത് വല ഇട്ട് കഴിയുമ്പോൾ വല മുകളിൽ പൊങ്ങി നിൽക്കുന്നതിന് വേണ്ടി ഇടുന്ന ഒരു നെറ്റ്, ഒരു സൈസ് അവരുടെ ഒരു ഇതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉപകരണമാണിത്.
ഇന്ന് നെയ്മീനും ഒക്കെ വന്നിട്ടുണ്ട്. പാരയുണ്ട്. ഇന്ന് ഒരുപാട് വെറൈറ്റിയിലുള്ള മീനൊക്കെയാണ് വന്നേക്കുന്നത്. പാരയുണ്ട്, അയലയുണ്ട്, അയക്കൂരയുണ്ട്, ചൂരയുണ്ട്. അയ്യോ യൂട്യൂബ് ഒരു ചെറിയ തോണി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്ന് വന്നിട്ടുള്ളത് ടൈഗർ പ്രോൺസ് ആണ്. ഈ കാണുന്ന സാധനമാണ് കടൽപ്പേത്ത എന്ന് പറയും. മത്സ്യങ്ങളെയൊക്കെ കടിച്ച് വലയൊക്കെ മുറിക്കുന്നതും. നമ്മളിവിടെ പേത്തവള എന്ന് പറയും. ഇത് കടലിൽ വല മീനടിച്ചാൽ വല അരച്ച് കഴിഞ്ഞാൽ വല മൊത്തത്തിൽ അരച്ച് പണിയാക്കുന്ന സാധനമാണിത്. ഈ മത്സ്യത്തിന് ഒരു പ്രത്യേകത വെച്ചാൽ പിന്നെ വല കുടുങ്ങി കഴിഞ്ഞാൽ ഈ മത്സ്യം ആരും കൂട്ടത്തുമില്ല. മുമ്പ് ഇത് ഒരു കാലത്ത് കൂട്ടുന്ന സാധനം ഇപ്പോൾ ആരും കൂട്ടത്തില്ല. പിന്നീട് ഇത് വലിയ നശിപ്പിക്കുന്നതുകൊണ്ട് ഇതെല്ലാവരും എടുത്ത് കടലിൽ നിന്ന് കളയലാണ്. ഇത് കുട്ടലെന്ന് പറഞ്ഞ മീനാണ്. ഇത് കോലി, കോലിയെന്നും കുട്ടലെന്നും ഒക്കെയാണ് പച്ചിക്കണ്ടല്ലോ. കണ്ണൂര് മാപ്പിള ബേയിൽ നിന്നുള്ള മനോഹരമായ മത്സ്യബന്ധന കാഴ്ചകളാണ് നമ്മളിതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.